ത്രിഭാഷാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരായ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വികാരാധീനനായ ധർമ്മേന്ദ്ര പ്രധാൻ ഒഡിയ വിശ്വാസമനുസരിച്ച് മാതാവിന്റെ നാടാണ് തമിഴ്നാടെന്ന് വിശദീകരിച്ചു. തമിഴ് ഭാഷയോടുള്ള ആത്മാർത്ഥതയ്ക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും തന്റെ പരാമർശം ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ 100 തവണ മാപ്പ് പറയാൻ തയ്യാറെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വ്യാജ വോട്ടർ കാർഡ്, മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിലും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. കേരളത്തിലെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കും. രാജ്യത്തേക്ക് വരികയും മടങ്ങുകയും ചെയ്യുന്ന വിദേശികൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. മണിപ്പൂർ ബജറ്റിൽ ലോക്സഭയിൽ ചർച്ചകൾ തുടരും. റെയിൽവേയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഒരു പ്രേക്ഷകൻ പറയുന്നു, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരെ 1-ാം പ്രതി 2-ാം പ്രതി എന്ന് തരം തിരിക്കുന്നതിന് എന്തിനാ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് കൂട്ടുന്നവരും നിൽക്കുന്നവരും അതിന് കൂട്ടു നിൽക്കുന്നവരും ഒരുപോലെ പ്രതികളാണ് എന്നൊരു അഭിപ്രായം സുനിൽകുമാർ രേഖപ്പെടുത്തുന്നുണ്ട് കമന്റ് ബോക്സിൽ. അസൈനാർ പറയുന്നുണ്ട്, ആദ്യം മെസ്സേജ് അയച്ച് നമ്മൾ ആരായി എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹമാണ് മെസ്സേജ് അയച്ചത്, അപ്പൊ നമ്മൾ വായിച്ചില്ലല്ലോ. സുരേന്ദ്രകുമാർ PM ഗുഡ് മോർണിംഗ്. ജയൻ നായർ, പ്രാർത്ഥന, ആശ, രജിത് KS, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ. ലിജി PP ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ നടന്ന് വാർത്ത വായിക്കുന്നത് കാണാൻ രസമാണ്. 5:30 റെഡി ആയിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ മെസ്സേജ് വായിക്കണം, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ പ്രജിൻ പാട്ട് പാടുന്നില്ല എന്നുള്ള പരാതി വളരെ രൂക്ഷമാണ്. പെട്ടെന്നൊരു പാട്ട് പാടുവോ? പാട്ട് പാടണ്ടെന്ന് നേരത്തെ ഒരു പ്രേക്ഷക പറയുന്നുണ്ടായിരുന്നു. പ്രജിൻ പാട്ട് പാടണ്ടെന്ന് പറഞ്ഞു. പാട്ടിനെ കുറിച്ച് പറയുമ്പോഴേ പാട്ടുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ അല്ലെങ്കിൽ ഈ കലയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മാറ്റി നിർത്താൻ കഴിയാത്ത ഒരിടമുണ്ട്. RLB കോളേജ് ഓഫ് മ്യൂസിക് നമ്മുടെ ഒരു ക്യാമ്പസ് ന്യൂസ് ഒരിക്കലേ ഇവിടെ നിന്ന് ചെയ്തിരുന്നു. അപ്പൊ അതിനടുത്തടുത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പാടണ വേണ്ടി തീരുമാനിക്കാം. ഒരു പ്രചോദനമൊക്കെ കിട്ടിയാലോ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോണ്ടേ. കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടക്കുകയാണ്. ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരും തീരദേശത്തെ MLA-മാരും പങ്കെടുക്കും. കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഖനന തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നും കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഒരാളെ ഓർമ്മ വന്നു. കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നീട്ടിപ്പോയി, ഞാൻ അറിയാതെ. ആരെ ഓർമ്മ വന്നേ? ആ ഒരു നടനെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ഏത് നടനെ പറഞ്ഞേ? പറയില്ല, പേര് മറന്നുപോയി. പ്രേക്ഷകർക്ക് അറിയാം, ഇപ്പൊ അവർ കുറിക്കും. അത് നോക്കട്ടെ, മനസ്സിലായത്. ചേച്ചിക്ക് ഞാൻ അത് തമാശ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അതുല്യ നടൻ ജയനെ ഞാൻ മറന്നുപോയി. അയ്യോ, സത്യൻ എന്ന് പറയുന്ന ഓരോരുത്തർ. ജയൻ, നമ്മുടെ അതുല്യ നടനായ ജയനാണ്. അപ്പൊ ഞാനിതൊന്നും തമാശയാക്കിയതാണ്. അപ്പൊ എന്തായാലും സാറിനൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, അടിച്ചു പോയിരിക്കുകയാണ് പ്രേക്ഷകർ. അടുത്ത വാർത്തയിലേക്ക് പോകാം. കൊല്ലത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലം നഗരത്തിൽ വൻ ലഹരി വേട്ട. 90 ഗ്രാം ക്രിസ്റ്റൽ MDMA-യുമായി യുവാവ് പിടിയിലായിട്ടുണ്ട്. ഉമയനല്ലൂർ പാറക്കുളം സ്വദേശി ഷിജു ആണ് പിടിയിലായത്. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ കൊല്ലം നഗരത്തിൽ വലിയ തോതിൽ ലഹരി പിടിച്ചെടുത്തിരിക്കുന്നു. എന്തായാലും പരിശോധനകൾ ഏറെ ശക്തമാണെന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. കൊല്ലം നഗരത്തിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വലിയ രീതിയിലുള്ള ലഹരി മരുന്ന് എത്തുന്നതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാത്രി 1 മണിയോടെ കൊല്ലം മാടനടയിൽ വെച്ച് 90 ഗ്രാം MDMA-യുമായി ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഉമയനല്ലൂർ പാറക്കുളം സ്വദേശി ഷിജുവിന്റെ കയ്യിൽ നിന്നാണ് 90 ഗ്രാം ക്രിസ്റ്റൽ MDMA പിടികൂടുന്നത്. പോലീസ് പറയുന്നത് ഈ സമീപ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ MDMA-ആണിത്. ഈ വർഷം ജില്ലയിൽ നിന്ന് പിടികൂടുന്ന ഏറ്റവും കൂടുതൽ അളവാണ് ഇതെന്നാണ് സിറ്റി പോലീസ്
പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനമാർഗം എത്തിച്ച ശേഷം ഇത് വിതരണം ചെയ്യുകയാണ് ഈ സംഘത്തിന്റെ രീതി. നേരത്തെയും പലതവണ ഇയാൾ MDMA കൊണ്ടുവന്നിട്ടുണ്ടെന്നും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധന ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. കാരണം 90 ഗ്രാം എന്ന് പറയുമ്പോൾ കോടികൾ വിലമതിക്കുന്നതാണ്. സ്വാഭാവികമായും ഇതിന്റെ ആരാണ് ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ വിതരണം ചെയ്യുന്നു എന്നീ കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പോലീസും കൊല്ലം സിറ്റി ഡാൻസ് സ്റ്റാഫും ചേർന്നാണ് ഈ MDMA വേട്ട നടത്തിയത്. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ പുരാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ധൃതരാഷ്ട്രയും ഗാന്ധാരിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്നറിഞ്ഞപ്പോൾ പുരാണത്തിലേക്ക് അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗാന്ധാരി കണ്ണ് മൂടിക്കെട്ടി എന്ന് പറയുമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇദ്ദേഹത്തിന്റെ ഇയർഫോൺ കട്ടായിരിക്കുകയാണ്, ഒന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞാൽ മാത്രമേ ഇന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ നിന്നാണ് കമാൻഡ് എന്ന് അദ്ദേഹം അറിയുകയുള്ളൂ. അപ്പോൾ സഹകരിച്ചു പോയാൽ മിസ്റ്റർ പ്രജിന് നന്നായി. പ്രേക്ഷകർക്കല്ല, മിസ്റ്റർ പ്രജിൻസി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു തൃപ്പൂണിത്തുറ RLV കോളേജിന്റെ ക്യാമ്പസിലാണ്. ഈ പറയുന്നത് പോലെ എന്താണ് പറയാ, കലാവാസനയുള്ള ക്രിസ്ത്യൻ ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ന്യൂസിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ നൃത്തം ചെയ്യുന്ന ക്രിസ്ത്യൻ ചേച്ചി നമ്മൾ കണ്ടതാണ്. അത് ഇവിടെ നിന്നായിരുന്നില്ലേ? അത് ഇവിടെ നിന്നായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ എന്താണ് പറയുക, ഏറ്റവും ആധികാരികമായി കലയെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. അതിനു മുമ്പ് കലാക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നമ്മൾ വ്രതശുദ്ധിയുടെ നാളുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വ്രതശുദ്ധിയിൽ വിശ്വാസികൾ അപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്കാണ്. റമദാൻ ആദ്യ 10 ദിവസം പിന്നിട്ട് പാപമോചനത്തിന്റെ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. റമദാനിലെ ആദ്യത്തെ 10 ദിവസം കാരുണ്യത്തിന്റേതാണെങ്കിൽ രണ്ടാമത്തെ 10 പാപമോചനത്തിന്റേതാണെന്നാണ് വിശ്വാസം. വിശ്വാസികളുടെ പാപങ്ങൾ പൊറുക്കാൻ സാധ്യത കൂടുതലുള്ള ദിനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കും. ചെയ്തുപോയ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സുവർണാവസരമായാണ് ഈ ദിനങ്ങളെ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ ബദർ യുദ്ധം നടന്ന ദിവസവും രണ്ടാമത്തെ 10-ലാണ്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നാണ് യുദ്ധം നടന്നത്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലേക്ക് ഇനി മുതൽ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഹറം പള്ളികളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഒരൊറ്റ ദിവസം 5 ലക്ഷത്തിലേറെ പേർ ഉംറ നിർവഹിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് വർദ്ധിക്കുമെന്നാണ് സൂചന. ഉംറ നിർവഹിക്കാനും മറ്റു ആരാധനാ കർമ്മങ്ങൾക്കുമായി ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ദിനംപ്രതി മക്കയിലെ ഹറം പള്ളിയിലെത്തുന്നുണ്ട്. 3-ാം ഘട്ട ഹറം വികസന പദ്ധതി കഴിഞ്ഞ ദിവസം തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്തു. റംദാനിലെ ഏറ്റവും പുണ്യമേറിയ അവസാനത്തെ 10 ദിവസങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അപ്പോൾ വ്രതശുദ്ധിയുടെ നാളുകളാണ്. എല്ലാ വിശ്വാസികൾക്കും നോമ്പിന്റെ ആ ഒരു ദിവസങ്ങളിൽ എല്ലാ സമാധാനവും നമ്മൾ ആശംസിക്കുന്നു. ഇനി നമുക്ക് 3 ബർത്ത്ഡേ പറയണം. ഒരുപാട് പേര് കമന്റ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലാദ്യമുള്ള ആള് എൻ്റെ അടുത്ത സുഹൃത്താണ് സുജാത മിസ്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ്. മികച്ച ഒരു അധ്യാപികയാണ്, ഒരുപാട് കഴിവുകളുള്ള ആളാണ് ഡോക്ടർ സുജാത ഹരിമോഹൻ. സുജാത മിസ്സെ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഒരുപാട് കാലം. ഇനി നമ്മുടെ ആദിദേവ് സൂര്യദേവ് നമുക്ക് വന്ന ഒരു റിക്വസ്റ്റ് ആണ്. സാന്ദ്ര എന്ന് പറയുന്ന ആളെ കൂട്ടുകാരിയാണ്. ആ ആളിന്റെ മക്കൾക്ക് ആദിദേവിനും സൂര്യദേവിനും ബർത്ത്ഡേ വിഷ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ രണ്ടുപേർക്കും. നല്ലൊരു പിറന്നാൾ ദിനം ആശംസിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ മലയാളികൾക്കും പ്രത്യേകം ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഇന്നത്തെ പ്രത്യേകതയൊക്കെ അറിയാലോ, ഇന്ന് മകമാണ്. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടല്ലോ. നമുക്ക് ഈ RLV കോളേജ് എത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ അധ്യാപകരെ കൂടി കാണാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേര്? ധർമ്മതീർത്ഥ എന്നാണ് പേര്. ഇവിടെ ഞാൻ ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. ഇപ്പോൾ ഞാൻ വീണ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. പഠിച്ച അതേ കോളേജിൽ ക്യാമ്പസിൽ അധ്യാപകനായിട്ട് വരുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്? അതായത് ശരിക്കും പറഞ്ഞാൽ കോളേജ് എന്നല്ലത് നമ്മുടെ ഒരു വീട് പോലെയൊക്കെ തന്നെയാണ് RLV കോളേജ് എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ രാജാവിൻ്റെ കാലത്ത് തന്നെ, മിടുക്കൻ തമ്പുരാൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിൽ രാധാലക്ഷ്മി വിലാസം എന്നുള്ള പേരിലാണ് ഈ സ്ഥാപനം, കലാസ്ഥാപനം
1936 എൻ്റെ അറിവ്. അതിനുശേഷം 1956 ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തിട്ട് രാധാലക്ഷ്മി വിലാസം കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് എന്നുള്ള പേരിൽ ഇപ്പോൾ ഈ കോളേജ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എത്ര കോഴ്സുകളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പോൾ 13 കോഴ്സുണ്ട്. BA MA ആയിട്ട് കണക്കാക്കുമ്പോൾ 13 BA കോഴ്സും 13 MA കോഴ്സും ഉണ്ട്. കുട്ടികളെല്ലാം പല ഇടങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ആൾക്കാരുണ്ടോ? കേരളത്തിന് പുറത്തുനിന്നുണ്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അവർ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത്. മൗറീഷ്യസ് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചേച്ചി നല്ലൊരു നർത്തകിയാണ്. ചേച്ചിക്ക് പറ്റിയ വല്ല കോഴ്സുകളുണ്ടോ? ഉണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം. ചേച്ചി ഇവിടെ ചേർക്കാൻ? അതെ അതെ, ഞാൻ ഒരിക്കലും ക്യാമ്പസ് ന്യൂസിന് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ക്യാമ്പസ് മൊത്തം നടന്നു കണ്ട് വളരെ വിശാലമായ ക്യാമ്പസും. അന്ന് ചേച്ചിയുടെ നൃത്തം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇവര് കുറച്ച് കൂടുതൽ ഇൻസ്പയർഡ്. അല്ല, അന്ന് തൊട്ട് ഇവിടെ നൃത്തം പഠിപ്പിക്കരുതെന്നൊരു തീരുമാനം എടുത്തു. ചുമ്മാ പറഞ്ഞ പേര് രാജേഷ്. ഇവിടെ ഞാനിവിടെ MFA ശില്പകല വിദ്യാർത്ഥിയാണ്. ഇവിടെ ഞാൻ ഒരു സ്റ്റാച്യു ഉണ്ട്, അത് നിങ്ങളുടെ നിർമ്മിതിയാണോ? ഇവിടുത്തെ കുട്ടികൾ തന്നെ ഉണ്ടാക്കി? കിടക്കുന്നത് എന്റെയാണ്. നമ്മളെ ഇരിക്കുന്നതൊക്കെ കുറെ സിമെന്റ്. സ്ഥലം എവിടെയാ? മലപ്പുറത്ത് തിരുനാവായില ചന്ദനക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇന്ന് ക്ലാസ് ഉണ്ട്. സമയം തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? അതെ, 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സന്തോഷം പരിചയപ്പെട്ടതില്. അപ്പോൾ കലാലോകത്ത് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു വാർത്ത പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ നമ്മുടെ പാകിസ്ഥാനിലേക്കല്ലേ? പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച് ബന്ദികളാക്കിയവരിൽ 104 പേരെ പാക് സൈന്യം മോചിപ്പിച്ചു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തന്നെ തുടരുന്നുമുണ്ട്. 30 പാക് സൈനികരും 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വീണ്ടും. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ഏറെ ആശങ്കയുണ്ടാക്കിയ വാർത്തയാണ്. ഇനിയും മോചിപ്പിക്കാൻ ആളുകളുണ്ട്. ഏത് തരത്തിലുള്ള ശ്രമമാണ് ഇവരുടെ മോചനത്തിന് വേണ്ടി നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്നലെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു ട്രെയിൻ, ദക്ഷിണേഷ്യയിൽ തന്നെ ആദ്യമായാണ് ഒരു ട്രെയിനിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ട്രെയിനിലെ യാത്രക്കാരെ മുഴുവനായും ബന്ദികളാക്കി മാറ്റുകയും ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഉണ്ടായ ഈ നടപടി, ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആക്രമണം, ഇതിൻ്റെ ഭാഗമായി ബന്ദികളെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ഇതിനിടെ 104 പേരെ മോചിപ്പിച്ചതായാണ് പാക് സൈന്യം അറിയിക്കുന്നത്. 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ 30ഓളം പാക് കമാൻഡോകൾ, സൈനികർ ഈ ഏറ്റുമുട്ടലിനിടെ മരിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ കണക്കാക്കിയിരുന്നത് 35ഓളം ബന്ദികളെ മറ്റൊരിടത്തേക്ക് ഈ BLA അംഗങ്ങൾ മാറ്റിയെന്നും മറ്റെല്ലാവരെയും ഒരുമിച്ച് ഒരു പ്രദേശത്ത് തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വിവിധ ഗ്രൂപ്പുകളാക്കി ഈ BLA അംഗങ്ങൾ ഈ ആളുകളെ, യാത്രക്കാരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും സൈനികരും രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇത്തരത്തിൽ നിലവിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ മോചനത്തിന് ആവശ്യമായുള്ള നടപടികൾ, ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് പാക് സൈന്യം അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 104 പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് പാക് സൈന്യം വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ഉരുൾപൊട്ടൽ പുനരധിവാസ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചൂരൽമല പടവെട്ടിക്കുന്ന് നിവാസികൾ ഇന്ന് ദുരന്ത ഭൂമിയിൽ സമരം ചെയ്യും. രാവിലെ 9 മുതൽ ചൂരൽമലയിലാണ് സമരം നടക്കുക. ഉരുൾപൊട്ടലിന് പിന്നാലെ ജോൺ മത്തായി കമ്മീഷൻ വാസയോഗ്യം എന്ന് അടയാളപ്പെടുത്തിയതാണ് സ്കൂൾ റോഡ് മുതൽ പടവെട്ടിക്കുന്ന് വരെയുള്ള പ്രദേശത്തുകാർ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് പുറത്താകാൻ കാരണം. പരിസ്ഥിതി ദുർബല പ്രദേശമായ മേഖലയിൽ ഒറ്റപ്പെട്ടുപോയ 27 കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകമുള്ള ഒരു രാഷ്ട്രീയ വാർത്തയാണ്, അതിലേക്കാണ് പോകുന്നത്. CPIM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ ഇന്ന് കോൺഗ്രസ് വേദിയിലെത്തുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പമാണ് G. സുധാകരൻ വേദി പങ്കിടുക. മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന് ശതാബ്ദി ആഘോഷമാണ് ഈ പരിപാടി. ഇന്ന് വൈകിട്ട് 4:30 തിരുവനന്തപുരത്ത് സത്യൻ സ്മാരക ഹാളിൽ പൊതുയോഗവും സെമിനാറും നടക്കും. CPI നേതാവ് C. ദിവാകരനും പരിപാടിയിൽ പങ്കെടുക്കും. CPIMലെ പ്രായപരിധി വിഷയത്തിൽ G. സുധാകരൻ അതൃപ്തി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് വേദിയിൽ G. സുധാകരൻ എത്തുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വളരെ മുതിർന്ന CPI നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അതിർത്തികൾ, ആശയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് വേദിയിൽ നേതാവല്ലെന്ന് ഞാൻ പറഞ്ഞു. അതല്ല ഞാൻ പറയുന്നത്, അതല്ല
ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് വേദിയിൽ ജി സുധാകരൻ എത്തുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റമോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളൊന്നുമല്ല, അതൊരു രാഷ്ട്രീയ കൗതുകമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് വേദിയിൽ CPM നിലപാട് ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ കൗതുകം എന്ന് പറഞ്ഞത്. അപ്പൊ രാഷ്ട്രീയ ചാണക്യ നമുക്ക് ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം കടുവയെ കണ്ട സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമ്പി വെടിക്കുഴി എന്ന സ്ഥലത്താണ് കഴിഞ്ഞ 2 ദിവസമായി പ്രദേശവാസികൾ കടുവയെ കണ്ടത്. ഇന്നലെ ഇവിടെ നിരീക്ഷണം നടത്തിയിരുന്ന വനപാലകരും കടുവയെ കണ്ടു. ഇതേ തുടർന്നാണ് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ റേഞ്ച് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടുവ അവശനാണ് എന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ പിടികൂടി ഉൾവനത്തിൽ വിടാനാണ് ഉത്തരവ്. എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 30ഓളം വനപാലകരും വെറ്ററിനറി സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നിരീക്ഷണം നടത്തുന്നുമുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം എന്ന വനംവകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ ഈ ടൗണിലൂടെ നമ്മുടെ മോർണിംഗ് വാക്കിംഗ് ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അടുത്ത ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തൃപ്പൂണിത്തുറ ഒരു എന്താണ് പറയുക, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു വരേണ്ട കാര്യമാണ് ഇവിടുത്തെ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രവും പാരമ്പര്യവും. ഏറ്റവും പഴക്കമുള്ള കേരളത്തിൽ തന്നെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമാണ് തൃപ്പൂണിത്തുറയിലെ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. അത് തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിനകത്തേക്ക് കടക്കാതിന് മുമ്പ് ഒരു വാർത്തയും കൂടെ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് പോകാം. കോഴിക്കോട് പാലാഴിക്ക് സമീപം 7 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചു എന്ന ഒരു ദുരന്ത വാർത്തയാണ്. ചിന്മയ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഇവാൻ ഹിബാലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു ഈ അപകടം. 7ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് അബദ്ധത്തിൽ താഴേക്ക് വീണതായാണ് സംശയം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തൃപ്പൂണിത്തുറ ടൗണിലൂടെ നടന്ന് നമ്മൾ ഈ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന്. അതെ, കൊല്ലം പത്തനാപുരം ഗാന്ധിഭവൻ ആശ്വാസമായി വീണ്ടും എത്തുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി. ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ സഹായമാണ് അദ്ദേഹം കൈമാറിയത്. ഭക്ഷണത്തിനും മരുന്നിനും ചികിത്സയ്ക്കുമായാണ് ഈ പണം നൽകിയത്. ആയിരത്തി 500ഓളം അന്തേവാസികളാണ് ഗാന്ധിഭവനിലുള്ളത്. ഭക്ഷണം, മരുന്നുകൾ, ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചെലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികം വേണ്ടിവരും. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധിഭവന് MA യൂസഫിൽ നൽകുന്നത്. ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്. അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറയ്ക്കും അതിനുശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് 1 കോടി രൂപ സോമരാജൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഗാന്ധിഭവനെന്നും സഹായം വലിയ ആശ്വാസമെന്നും ഗാന്ധിഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ. കാരണം നമ്മളെ ലോകത്ത് മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന MA യൂസുഫ് അലി എന്ന വിശ്വപൗരൻ. ആഘോഷം മാത്രമല്ല, നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡ് ഉണ്ട്. ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നത്. പുരുഷ വയോജനങ്ങൾക്കായി MA യൂസഫലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 20 കോടിയോളം രൂപ ചെലവ് വരുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 6 മാസത്തിനുള്ളിൽ നടക്കും. MA യൂസഫലിക്ക് വേണ്ടി സെക്രട്ടറി EA ഹാരിസ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ഗാന്ധിഭവനിലെത്തിയാണ് 1 കോടി രൂപയുടെ DD കൈമാറിയത്. ഫെയർ എക്സ്പോർട്സ് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി, തിരുവനന്തപുരം ലുലു മോൾ പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയാണ്. നമ്മൾ പൂർത്തിയാകാൻ പോവുകയാണ് സമയം. ഇപ്പോൾ നമ്മളുള്ളത് ഈ തൃപ്പൂണിത്തുറയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്, പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. ഒരുപാട് താരങ്ങൾ, കേരള രഞ്ജി താരങ്ങളും ഒപ്പം ഇന്ത്യൻ താരങ്ങളും ഒക്കെ വന്ന് കളിച്ച സ്ഥലമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ പ്ലെയറായ പ്രജിൻ സി കണ്ണനൊക്കെ കളിച്ച മീഡിയ ക്ലബ്ബ് ക്രിക്കറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒന്ന് കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് വേറൊരു കഥ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ട്, കുറെ നേരമായി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമസ്കാരം. യെസ്, അപ്പോൾ തൃപ്പൂണിത്തുറയിലെ ഒരു പ്രധാന കൂട്ടായ്മയാണ് നിങ്ങളുടേത്, പൾസ് ഓഫ് തൃപ്പൂണിത്തുറ അല്ലേ? അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ 2018 ഈ കോവിഡ് കാലത്താണ് ഈ സംഘടന രൂപം കൊണ്ടത് ആദ്യമായിട്ട്.
അപ്പോൾ ജനമൈത്രി സുരക്ഷാ പോലീസ്, ഹിൽ പാലസ് ജനമൈത്രി സുരക്ഷാ പോലീസിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ആ സംഘം നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി ACP പി രാജ്കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ്, എറണാകുളം ACP രാജ്കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത്. 250-300ഓളം അംഗങ്ങൾ ഇപ്പോൾ ഈ സംഘടനയിലുണ്ട്. ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 400ഓളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഇവരെയൊക്കെ ആദരിക്കുന്ന വലിയ ചടങ്ങ്. ഈ ഓണത്തിന് ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഓണക്കാലത്ത് നടത്തുന്ന 1400 കുടുംബങ്ങളിലേക്ക് ഒരു 8നും 10നും ഇടയ്ക്കുള്ള തൂക്കമുള്ള പച്ചക്കറികൾ ഉത്രാട ദിനം വിതരണം നടത്തുന്നത്. അത് എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ചികിത്സാ സഹായങ്ങൾ, വീട് വെച്ചു കൊടുക്കൽ, അതുപോലെ മറ്റേ സ്കൂള് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മെയ് മാസത്തിന് സ്കൂൾ തുറക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഏകദേശം 1500-2000 രൂപയുടെ കിറ്റ്, സ്കൂൾ കിറ്റ്, അതിൽ എല്ലാം ഉണ്ട്. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പേന, പെൻസിൽ മുതൽ കുട, പിന്നെ ബാഗ് അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും കുട്ടികൾക്ക്. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇതിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അല്ല, മറിച്ച് ആശാ വർക്കർമാരെ, കാരണം ഡയറക്റ്റ് അറിയാൻ പറ്റുന്ന ആളുകൾ ആശാവർക്കർമാരാണ്. അപ്പോൾ ആശാവർക്കർമാർ ത്രൂ ലിസ്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ അത്രയും അർഹതപ്പെട്ട ആളുകളിലേക്കാണ് ഈ പറയുന്ന പച്ചക്കറി കിറ്റുകളായാലും ഈ സ്കൂൾ കിറ്റുകളായാലും മെഡിസിൻസ് ആയാലും എല്ലാം നമ്മൾ എത്തിക്കുന്നത്. ഈ എല്ലാവരും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അതെ അതെ, സെക്രട്ടറി ആയിരുന്നു. പിന്നെ നമ്മൾ സൗജന്യമായിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കെല്ലാം. സാറേ, ഈ ലഹരി കേസുകളും കൂടുതലാണല്ലോ, അപ്പൊ അതിനെതിരായ പ്രവർത്തനങ്ങളും കൂടെ സജീവമാക്കണം. എടുത്തു. അതിന്റെ ഒരു പരിപാടി 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാവും. ലഹരിയാണ് ഇന്ന് നേരിടുന്ന നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം ലഹരിയാണ്. അപ്പോൾ ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നമ്മുടെ തൃപ്പൂണിത്തുറ വരും ദിവസങ്ങളിൽ ഒരു 2 വീക്സിനുള്ളിലായിട്ട് നല്ലൊരു കാൽവെപ്പ് നമ്മുടെ പ്രദേശത്ത് നമ്മളത് തുടങ്ങി. വാർഡുകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഉത്രാട ദിനത്തിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു വിതരണം എന്നല്ല, നമ്മളൊരു ഉത്രാട ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയേണ്ട ഒരു റിക്വസ്റ്റ് ആണ്. നമ്മുടെയൊക്കെ സ്വന്തം SKN മാധ്യമപ്രവർത്തനത്തിൽ 40 വർഷം തികയ്ക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ആഘോഷമായിട്ടൊന്നുമല്ല, ജനങ്ങളുടെ ഒരു ഉത്സവമായിട്ട് ഈ ലഹരി വിരുദ്ധ സന്ദേശവുമായി അദ്ദേഹം കേരളത്തിലേക്ക് ഇനി 30 ദിവസം ഇറങ്ങുകയാണ്. അപ്പൊ ഇവിടെയും വരും. നിങ്ങളുടെ സ്നേഹം കൊടുക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് മാറ്റം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. SKN-ആയിട്ടുള്ള 1-2 പരിപാടികളിൽ ഞാൻ ഇത് പങ്കെടുത്തിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും നമ്മുടെ തൃപ്പൂണിത്തുറയുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടുകളും ഭാഗത്തുണ്ടാവുമെന്ന് അറിയിക്കുക. അപ്പൊ താങ്ക് യു. അതാണ് തൃപ്പൂണിത്തുറയുടെ പൾസ് അല്ലെങ്കിൽ സ്പന്ദനം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അത് തന്നെയാണ് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. നമ്മുടെ താരം പ്രജിൻ സി കണ്ണൻ കളിച്ച ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ISL-ന്റെ വാർത്ത പറഞ്ഞാൽ, ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ന് അവസാന മത്സരമാണ്. രാത്രി 7:30 നടക്കുന്ന എവേ മത്സരത്തിൽ ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. പ്ലേ ഓഫ് സാധ്യതകൾ നേരത്തെ തന്നെ അവസാനിച്ചതിനാൽ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. 23 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയിച്ചാൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാകും. 17 പോയിന്റ് മാത്രമുള്ള ഹൈദരാബാദ് 12ാം സ്ഥാനത്താണ്.